പ്രിയമുള്ളവരെ, 1924 വിസിറ്റേഷൻ സഭ ആരംഭിക്കുന്നത്. സെബാസ്റ്റ്യൻ എൽ.സി. പ്രസൻറ്റേഷൻ അച്ഛനാണ് ഈ സഭയ്ക്ക് രൂപം കൊടുത്തത്. പുണ്യപുരാതനമായ കാട്ടൂർ ഇടവകയിൽ പുരാതന കുടുംബമായ പ്രസൻറ്റേഷൻ ഫാമിലി തങ്ങളുടെ സ്വത്തും ഭവനവും ദാനമായി നൽകിയ ഇടത്താണ് ഈ സഭയ്ക്ക് ആരംഭം കുറിക്കുന്നത്. പ്രസൻറ്റേഷൻ അച്ഛൻ തൻ്റെ ഭവനം അപ്രകാരം വിട്ടു നൽകുകയായിരുന്നു. നമുക്കറിയാം, പ്രസൻറ്റേഷൻ ഫാമിലിയിൽ നിന്ന് പിന്നീടും ദൈവവിളികൾ ഉണ്ടായിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ച് അവസാനമായി മൺമറഞ്ഞു പോയ ജോസ് പ്രസൻറ്റേഷൻ അച്ഛനും ഔറേലിയാമ്മ സിസ്റ്ററും ഒക്കെ സമർപ്പണവല്ലിയിലെ സുഗന്ധ പുഷ്പങ്ങൾ ആയിരുന്നല്ലോ. ഞാൻ കാട്ടൂർ ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന കാലഘട്ടത്താണ് വിസിറ്റേഷൻ സഭയെ കൂടുതൽ അടുത്തറിഞ്ഞത്. അന്നത്തെ അമ്മമാരുടെ സമർപ്പണവും സഭാസ്നേഹവും സാമൂഹ്യ സ്നേഹവും ഒട്ടനവധി കണ്ടു അനുഭവിച്ചതാണ്. ഇന്നും ധാരാളം സിസ്റ്റേഴ്സ് ഈ സഭയിലൂടെ സാമൂഹ്യ ശുശ്രൂഷ രംഗത്തും സഭാരംഗത്തും ഒക്കെ പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്നത് ഏറെ അഭിമാനത്തോടുകൂടെയും നന്ദിയോടുകൂടെയും ഓർക്കുകയാണ്. സെബാസ്റ്റ്യൻ എൽ.സി. പ്രസൻറ്റേഷൻ അച്ഛൻ്റെ ദീർഘവീക്ഷണമായിരുന്നു നിർധനരായ വനിതകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന സ്കൂളുകളും. അതേപോലെ തന്നെ ആതുര ശുശ്രൂഷ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ പ്രവർത്തന മികവോടുകൂടെ സഭ ഇന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ദീർഘവീക്ഷണവും പ്രാർത്ഥനയും അത് പിൻതലമുറക്കാർ ഏറ്റെടുത്തതിൻ്റെ ഒക്കെ ഫലമാണ്. ഒരു ചെറു വിത്ത് വളർന്ന് ചെടിയായി പടുവൃക്ഷമായി തീരുമ്പോൾ അതേപോലെ സഭ വളർന്ന് വലുതായി ഇതര രൂപതകളിലേക്കും വിവിധ സംസ്ഥാനങ്ങളിലേക്കും വിവിധ രാജ്യങ്ങളിലേക്കുമൊക്കെ വിസിറ്റേഷൻ സഭ വളർന്നിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സഭയെ പൊന്തിഫിക്കൽ സഭയായിട്ട് പാപ്പ ഉയർത്തുകയും ചെയ്തത് എന്നുള്ളത് ഏറെ അഭിമാനത്തോടുകൂടെ നമുക്കെല്ലാവർക്കും ഓർക്കാവുന്ന കാര്യമാണ്. വിസിറ്റേഷൻ സഭ ഈ വർഷം ശതാബ്ദി നിറവിലാണ്. ഈ ശതാബ്ദി ആഘോഷങ്ങൾ എന്തുകൊണ്ടും അർത്ഥവത്താണ്. സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി സഭ ചെയ്തിട്ടുള്ള നന്മകളെ ഈ അവസരത്തിൽ അഭിമാനത്തോടുകൂടെയും കൃതജ്ഞതയോടുകൂടെയും നമുക്കെല്ലാവർക്കും ഓർക്കാം. എല്ലാവരുടെയും പേരിൽ ശതാബ്ദി ആഘോഷിക്കുന്ന വിസിറ്റേഷൻ സഭയ്ക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേർന്നുകൊള്ളുന്നു.